Hi, my dear students. Welcome to Mathematics Online Classes. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ഹെഡിങ് തുടങ്ങി. എന്തായിരുന്നു? റെക്ടാംഗിൾസ് അല്ലെ? റെക്ടാംഗിൾസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചു. നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ അതിന്റെ y കോർഡിനേറ്റ് ആ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അതുപോലെ നമ്മൾ വരയ്ക്കുന്ന ലൈൻ y ആക്സിസിന് പാരലൽ ആണെങ്കിൽ അതിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ x കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അത് വെച്ചുകൊണ്ട് നമ്മൾ റെക്ടാംഗിളിന്റെ രണ്ട് വെർട്ടിസസ് ഓപ്പോസിറ്റ് വെർട്ടിസസിന്റെ കോർഡിനേറ്റ് തന്നാൽ ബാക്കിയുള്ള രണ്ട് പോയിന്റ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൽ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതിൽ ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ ചാപ്റ്ററിലെ അവസാനത്തെ സെക്ഷനിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിക്കണം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, റെക്ടാംഗിൾ എന്ന് പറയുന്ന ഹെഡിങ്ങില് ബാലൻസ് ഉള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റെക്ടാംഗിൾ തന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു റെക്ടാംഗിൾ തന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ റെക്ടാംഗിളിന്റെ രണ്ട് കോർഡിനേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ കോർഡിനേറ്റ് 7 1 എന്നും ഈ പോയിന്റിലെ കോർഡിനേറ്റ് 2 3 എന്നും തന്നിരിക്കുന്നു. ഓക്കെ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് 2 3 എന്നും ഇതിന്റെ എന്നും തന്നിരിക്കുന്നു, 7 1 എന്നും തന്നിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യനില് ഈ രണ്ട് പോയിന്റ് ആയിരുന്നു തന്നിരുന്നത്. ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നു, മറ്റു രണ്ട് പോയിന്റുകൾ തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താ, പേര് കൊടുക്കുക അല്ലെ? പേര് കൊടുക്കുമ്പോൾ റെക്ടാംഗിളിന്റെ പേര് നമുക്ക് എ ബി സി ഡി. റെക്ടാംഗിളിന്റെ പേര് എന്ത് വരും? എ ബി സി ഡി. ഓക്കെ, റെക്ടാംഗിളിന്റെ പേര് എന്താണ്? എ ബി സി ഡി. ഏതൊക്കെ പോയിന്റ് നമുക്കറിയാം? ബി അറിയാം, ഡി അറിയാം. ഏതൊക്കെ കണ്ടുപിടിക്കണം? എയും സിയും കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ടാവും, ഈ കൊടുത്തിരിക്കുന്ന റെക്ടാംഗിളിന്റെ സൈഡ്സ് ആക്സസിന് പാരലൽ ആണ്. AX ES. എന്താ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോത്ത് x ആക്സിസ് ആൻഡ് y ആക്സിസ്. അപ്പൊ ഇതിന്റെ വശങ്ങൾ x അക്ഷത്തിനും y അക്ഷത്തിനും സമാന്തരമായിരിക്കും. എന്ന് പറഞ്ഞാൽ AB യും CD യും x ആക്സിസിനും AD യും BC യും y ആക്സിസിനും പാരലൽ ആയിരിക്കും. ഓക്കെ, ABCD പാരലൽ ടു x ആക്സിസ്, BC AD പാരലൽ ടു y ആക്സിസ്. ഓക്കെ, അത് വെച്ചുകൊണ്ട് ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് അറിയാം. അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, എയുടെയും സിയുടെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എ എടുക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. അതിന്റെ എക്സ് കോർഡിനേറ്റ് വേണം, വൈ കോർഡിനേറ്റ് വേണം. അതിന് എ വരുന്ന രണ്ട് ലൈൻസ് എടുക്കുക. എ വരുന്ന രണ്ട് ലൈൻസ് ഇവിടെ ഏതൊക്കെയാ? ഒരു ലൈൻ എന്ന് പറയുന്നത് എ ബി, അടുത്ത ലൈൻ എന്ന് പറയുന്നത് എ ഡി. ഓക്കെ, അപ്പൊ ഇവിടത്തെ കേസില് എ വരുന്ന രണ്ട് ലൈൻ എടുക്കാം. ഒരു ലൈൻ എ ബി, അടുത്ത ലൈൻ എന്താണ്? എ ഡി. ഒരു ലൈൻ എന്താണ്? എ ബി, അടുത്തത് എ ഡി. അത് ഓരോന്നായിട്ട് എടുക്കാം. ആദ്യം നമുക്ക് എ ബി നോക്കാം. എ ബിയുടെ പ്രത്യേകത എന്താ? ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ പ്രത്യേകത എന്താ? പാരലൽ ടു എക്സ് ആക്സിസ് അല്ലെ? എ ബി എന്ന് പറയുന്ന വര ലൈൻ എന്തിന് പാരലാണ്? എക്സ് ആക്സിസിന് പാരലാണ്. എക്സ് ആക്സിന് പാരലാണ്. എന്താ പ്രത്യേകത? എയുടെയും ബിയുടെയും വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. എയുടെയും ബിയുടെയും വൈ കോർഡിനേറ്റ്. എന്തുകൊണ്ടാ? എക്സ് ആക്സിസിന് പാരലൽ. അപ്പോ ബിയുടെ വൈ കോർഡിനേറ്റ് എത്രയാ? 1. അപ്പൊ എയുടെ വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സ് കോർഡിനേറ്റ് വേണ്ടേ? അതിന് ഏത് ലൈൻ എടുക്കാം? എ ഡി. ഇതുപോലെ പറഞ്ഞു നോക്ക്. എ ഡി എന്തിന് പാരലൽ? ഏത് ലൈൻ? ഏത് ആക്സിസിന് പാരലൽ? y ആക്സിസിന് പാരലൽ. y ആക്സിസിന് പാരലൽ ആണെങ്കിൽ പ്രത്യേകത എന്താ? x കോർഡിനേറ്റ് സെയിം ആവണം. എന്ന് പറഞ്ഞാൽ എയുടെയും ഡിയുടെയും
എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. ഡിയുടെ എക്സ് കോർഡിനേറ്റ് എനിക്കറിയാം എത്രയാ 2. അങ്ങനെയാണെങ്കിൽ എയുടെ എക്സ് കോർഡിനേറ്റും എത്രയായിരിക്കും 2 ആയിരിക്കും. അപ്പൊ എയുടെ കോർഡിനേറ്റ് എന്തെന്ന് കിട്ടി 2 1 എന്ന് കിട്ടി. ഇതുപോലെ സിയുടെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതുപോലെ ആലോചിക്കുക. സിയുടെ എങ്ങനെ കണ്ടുപിടിക്കാം? സി വരുന്ന രണ്ട് സൈഡ് എടുക്കുക. സി വരുന്ന രണ്ട് സൈഡ് ഏതൊക്കെയാ? ഒരു സൈഡ് സി ഡി, അടുത്ത സൈഡ് ബി സി. ഓക്കെ, ഒരു സൈഡ് ഏതാണ്? ഒരു സൈഡ് എന്ന് പറയുന്നത് സി ഡി, അടുത്ത സൈഡ് ഏതാ? ബി സി. ആദ്യം നമുക്ക് ബി സി എടുക്കാം. ഓക്കെ, ബി സിയുടെ പ്രത്യേകത പറ. പാരലൽ ടു വൈ ആക്സിസ്. ബി സി എന്ന് പറയുന്ന ലൈൻ എന്തിന് പാരലാണ്? വൈ ആക്സിസിന് പാരലാണ്. അപ്പൊ വൈ ആക്സിസിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആവണ്ടേ? ബി യുടെയും സി യുടെയും എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ബി സി വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബി യുടെയും സി യുടെയും എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. ഇവിടെ എക്സ് കോർഡിനേറ്റ് എത്രയാ? 7. അപ്പൊ സിയുടെ എക്സ് കോർഡിനേറ്റും എത്രയായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് വേണം. അതിന് സി ഡി എന്ന് പറയുന്ന ലൈൻ എടുക്കുക. സി ഡിയുടെ പ്രത്യേകത എന്താണ്? പാരലൽ ടു എക്സ് ആക്സിസ് അല്ലെ? സി ഡി എന്ന് പറയുന്ന ലൈൻ എന്തിന് പാരലാണ്? എക്സ് ആക്സിസിന് പാരലാണ്. എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ എന്താ പ്രത്യേകത? സിയുടെയും ഡിയുടെയും വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. ഇവിടെ വൈ കോർഡിനേറ്റ് എത്രയാ? 3. അപ്പൊ സിയുടെ വൈ കോർഡിനേറ്റും എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോ എയുടെ കോർഡിനേറ്റ് 2 1 എന്ന് കിട്ടി. സിയുടെ കോർഡിനേറ്റ് എന്തെന്ന് കിട്ടി? 7 3. ഇനി ഫൈനൽ ആൻസർ നിങ്ങൾ ഒന്ന് എടുത്തെഴുതണം. ഒന്നുമില്ല, കോർഡിനേറ്റ് ഓഫ് എ ഈക്വൽ ടു 2 1, കോർഡിനേറ്റ് ഓഫ് സി ഈക്വൽ ടു 7 3. മലയാളം മീഡിയം. എയുടെ സൂചക സംഖ്യ സമം 2 1, സിയുടെ സൂചക സംഖ്യ സമം 7 3. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏത് പോയിന്റിന്റെ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഏത് വെർട്ടെക്സിന്റെ ഏത് മൂലയുടെ കോർഡിനേറ്റ് സൂചക സംഖ്യയാണ് വേണ്ടതെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് അത് വരുന്ന രണ്ട് ലൈൻ എടുക്കുക, അല്ലെങ്കിൽ രണ്ട് സൈഡ് എടുക്കുക. അതിൽ ഒരു സൈഡ് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും, അത് വെച്ചുകൊണ്ട് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അടുത്ത സൈഡ് വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും, അത് വെച്ചുകൊണ്ട് എക്സ് കണ്ടുപിടിക്കാം. ഒരു പോയിന്റ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, ഈ രീതിയിലാണ് ഈ മോഡലിലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. 3 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പേജ് നമ്പർ 139. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ട്, ടെക്സ്റ്റ് ബുക്ക് തുറക്കുക. പുതിയ ടെക്സ്റ്റില് 139ാമത്തെ പേജ് എടുക്കുക. അതില് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 3 പാർട്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യന് 4 പാർട്ടും ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: all rectangle below have sides parallel to the axis. അപ്പൊ താഴെ ഒരു 3 റെക്ടാംഗിൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 റെക്ടാംഗിളിന്റെയും സൈഡ്സ് ആക്സിസിന് പാരലൽ ആണ്. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയിട്ട് വരുന്ന രീതിയിലാണ് ഉള്ളത്. Find the coordinate of the remaining vertices of each. അപ്പൊ അതില് 2 വെർട്ടീസസിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ബാക്കി 2 വെർട്ടീസസ് ഇല്ലേ, അതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ ചെയ്ത ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനം ചെയ്ത ഒരു ക്വസ്റ്റ്യനും, അങ്ങനെ ആ 2 ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുത്താൽ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. അപ്പോ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. സൈഡ്സ് എന്തിന് പാരലൽ ആണ്? എക്സ് ആക്സിസിന് വൈ ആക്സിസിന് പാരലൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് പാരലൽ ആവുന്ന സൈഡിന്റെ വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിട്ട് എടുക്കുക. വൈക്ക് പാരലൽ ആവുന്ന സൈഡിന്റെയോ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിട്ട് എടുക്കുക. അപ്പൊ എക്സ് കോർഡിനേറ്റും കിട്ടും, വൈ കോർഡിനേറ്റും കിട്ടും. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കിയേ. റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അതില് ഈ പോയിന്റ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട് -2 3. ഈ പോയിന്റ് കോർഡിനേറ്റ് എന്താണ്? -2 3. ഇനി ഈ പോയിന്റ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 2 4. ഓക്കെ, ഈ 2 പോയിന്റ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്.
ഇത് വെച്ചുകൊണ്ട് ബാലൻസ് ഉള്ള രണ്ട് കോർണർ, രണ്ട് വെർട്ടിസസ് ഉണ്ടോ, അതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം റെക്ടാംഗിളിന് പേര് കൊടുക്കാം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റെക്ടാംഗിളിന്റെ പേര് എ ബി സി ഡി. അതിൽ എന്തൊക്കെ അറിയാം? എയും അറിയാം, സിയും അറിയാം. എന്തൊക്കെ കണ്ടുപിടിക്കണം? ബിയും കണ്ടുപിടിക്കണം, ഡിയും കണ്ടുപിടിക്കണം. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ? ബി എന്ന പോയിന്റ്, അത് വരുന്ന രണ്ട് സൈഡ് അല്ലെ, ബി വരുന്ന രണ്ട് സൈഡ് ചൂസ് ചെയ്യാം. ഏതൊക്കെയാണ് ബി വരുന്ന രണ്ട് സൈഡ്? ഒരു സൈഡ് എ ഡി, അടുത്ത സൈഡ് ബി സി. ഓക്കെ, ആദ്യം നമുക്ക് എ ബി വെച്ച് നോക്കാം. എ ബിയുടെ പ്രത്യേകത എന്താ? പാരലൽ ടു എക്സ് ആക്സിസ്. എന്തിന് പാരലാണ്? എക്സ് ആക്സിസിന് പാരലാണ്. പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ എന്ത് സെയിം ആയിരിക്കണം? എയുടെയും ബിയുടെയും y കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. ഇവിടെ y കോർഡിനേറ്റ് എത്രയാ? 3 അല്ലെ, ഇവിടെ y കോർഡിനേറ്റ് 3 അല്ലേ? അപ്പൊ ബിയുടെ y കോർഡിനേറ്റും എത്രയായിരിക്കണം? 3 ആയിരിക്കണം. ബിയുടെ y കോർഡിനേറ്റും എത്രയായിരിക്കണം? 3 ആയിരിക്കണം. ഇനി അടുത്ത ലൈൻ നോക്കാം. അടുത്ത സൈഡ് ഏതാ? ബി സി. ബി സിയുടെ പ്രത്യേകത എന്താണ്? പാരലൽ ടു, എന്തിന് പാരലാണ്? പാരലൽ ടു y ആക്സിസ്. ബി സി എന്ന് പറയുന്ന ലൈൻ എന്തിന് പാരലാണ്? y ആക്സിസിന് പാരലാണ്. y ആക്സിസിന് പാരലാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? x കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. ഏതിന്റെയൊക്കെ? ബിയുടെയും സിയുടെയും x കോർഡിനേറ്റ് സെയിം ആവണം. സിയുടെ x കോർഡിനേറ്റ് എത്രയാ? 2. അപ്പൊ ബിയുടെ x കോർഡിനേറ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ബിയുടെ കോർഡിനേറ്റ് കിട്ടി 2 3. ബിയുടെ കോർഡിനേറ്റ് എത്രയെന്ന് വന്നു? 2 3. ഇതുപോലെ ഡിയുടെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഡി വരുന്ന രണ്ട് സൈഡ് എഴുതുന്നില്ല. ഒരു സൈഡ് സി ഡി. ഓക്കെ, രണ്ടാമത്തെ സൈഡ് എ ഡി. ഡി വരുന്ന സൈഡ് ഏതൊക്കെയാണ്? ഒന്ന് സി ഡി, അടുത്ത എന്താണ്? എ ഡി. സി ഡിയുടെ പ്രത്യേകത എന്താ? പാരലൽ ടു എക്സ് ആക്സിസ്. സി ഡി എന്താണ്? പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിന് പാരലൽ ആകുമ്പോ എന്ത് സെയിം ആയിരിക്കും? y കോർഡിനേറ്റ്. സിയുടെയും ഡിയുടെയും y കോർഡിനേറ്റ് സെയിം. ഇവിടെ y കോർഡിനേറ്റ് എത്ര? 4. അപ്പൊ ഡിയുടെ y കോർഡിനേറ്റും 4. ഇനി അടുത്ത ലൈൻ നോക്കാം, അല്ലെങ്കിൽ അടുത്ത സൈഡ് എടുക്കാം. സെക്കൻഡ് സൈഡ് ഏതാ? എ ഡി. എ ഡി എന്തിന് പാരലാണ്? y ആക്സിസിന് പാരലാണ്. ശരിയല്ലേ? എ ഡി എന്ന് പറയുന്ന ലൈൻ എന്തിന് പാരലാണ്? y ആക്സിസ്. y അക്ഷത്തിന് സമാന്തരമാണ്. y ആക്സിസിന് പാരലാണെങ്കിൽ പ്രത്യേകത എന്താ? x കോർഡിനേറ്റ് സെയിം ആവണം. അപ്പൊ ഇവിടത്തെ കേസ് എയുടെയും ഡിയുടെയും x കോർഡിനേറ്റ് സെയിം ആവണം. ഇവിടെ എത്രയാ x കോർഡിനേറ്റ്? -2. അപ്പൊ ഇവിടെ എത്ര വരും? -2. അപ്പൊ ഡിയുടെ കോർഡിനേറ്റ് എന്ത് കിട്ടി? -2 4. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, കൺസെപ്റ്റ് സെയിം ആണ്. പാരലൽ, ഏത് ആക്സിസിനാണ് പാരലൽ അത് വെച്ച് ഏത് കോർഡിനേറ്റ് സെയിം ആവും. അത്രയും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തതിലും ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട് അല്ലെ? നമുക്കൊരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. പേര് സെയിം തന്നെ കൊടുക്കാം. ക്വസ്റ്റിന് പേരൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പേരെന്ത് തന്നെ കൊടുക്കുകയാണ്? എ ബി സി ഡി തന്നെ കൊടുക്കുകയാണ്. അതില് ഈ പോയിന്റ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 2 -4. അതുപോലെ ഡിയുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് -1 -2. അപ്പൊ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? എയും വേണം, സിയും വേണം. എങ്ങനെ ചെയ്യാം? എ വരുന്ന രണ്ട് സൈഡ് ഏതൊക്കെയാ? ഒന്ന് എ ബി, അടുത്തത് എ ഡി. ഒരു സൈഡ് എന്താണ്? എ ബി, അടുത്ത സൈഡ് എ ഡി. എ ബിയുടെ പ്രത്യേകത എക്സ് ആക്സിസിന് പാരലൽ. എ ബിയുടെ പ്രത്യേകത എന്താണ്? എക്സ് ആക്സിസിന് പാരലൽ. അപ്പൊ എന്ത് സെയിം ആയിരിക്കണം? എയുടെയും ബിയുടെയും y കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. ഇവിടെ y കോർഡിനേറ്റ് എത്രയാ? -4. അപ്പൊ എയുടെ y കോർഡിനേറ്റും എന്തായിരിക്കും? -4 ആയിരിക്കും. ഓക്കെ, അടുത്തത് എ വരുന്ന രണ്ടാമത്തെ സൈഡ് ഏതാ? എ ഡി. എ ഡിയുടെ പ്രത്യേകത എന്താ? പാരലൽ ടു. എ ഡിയുടെ പ്രത്യേകത എന്താണ്? പാരലൽ ടു y ആക്സിസ് അല്ലെ? yക്ക് പാരലൽ ആയിട്ടല്ലേ എ ഡി വരച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ എയുടെയും ഡിയുടെയും x കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. അപ്പൊ x കോർഡിനേറ്റ് എന്ത് വരും? -1.
ഓക്കെ, അപ്പൊ എയുടെ കോർഡിനേറ്റ് എന്ത് കിട്ടി? -1 -4. അടുത്ത നമുക്ക് സിയുടെ കേസ് നോക്കാം. സിയുടെ കേസ് നോക്കുമ്പോ രണ്ട് സൈഡ്, സി വരുന്ന രണ്ട് സൈഡ് ഏതൊക്കെയാ? ഒരു സൈഡ് ബി സി, അടുത്ത സൈഡ് സി ഡി. ഓക്കെ, സി വരുന്ന രണ്ട് സൈഡ്, ഒന്ന് ബി സി, അടുത്തത് സി ഡി. ആദ്യം ഞാൻ ബി സി എടുക്കുക. ബി സിയുടെ പ്രത്യേകത എന്താ? y ആക്സിസിന് പാരലൽ അല്ലെ, വെർട്ടിക്കൽ ലൈൻ ആണ്. അപ്പൊ ഏതിന് പാരലൽ ആണ്? y ക്ക് പാരലൽ. അപ്പൊ ബിയുടെയും സിയുടെയും x കോർഡിനേറ്റ് സെയിം ആവണം. ബിയുടെ x കോർഡിനേറ്റ് എത്രയാ? 2. അപ്പൊ സിയുടെ x കോർഡിനേറ്റും എത്ര തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. ഇനി അടുത്ത സൈഡ് എടുക്കാം, സി ഡി. എന്തിന് പാരലൽ? x ആക്സിസിന് പാരലൽ. അപ്പൊ എന്ത് സെയിം ആവണം? ഡിയുടെയും സിയുടെയും y കോർഡിനേറ്റ് സെയിം ആവണം. ഇവിടെ y കോർഡിനേറ്റ് എത്രയാ? -2. അപ്പൊ ഇവിടെ y കോർഡിനേറ്റ് എന്തായിരിക്കും? -2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു പോയിന്റ് കോർഡിനേറ്റ് വേണം. നമ്മൾ എന്ത് ചെയ്യണം? ആ കോർഡിനേറ്റ്, ആ പോയിന്റ് വരുന്ന സൈഡ് എടുക്കുക. രണ്ട് സൈഡ് കാണും. അതിൽ ഒന്നാമത്തെ സൈഡ് ഏതിന് പാരലൽ ആണെന്ന് നോക്കുക. അപ്പൊ എക്സിന് പാരലൽ ആകുമ്പോ ആ ലൈനിലെ രണ്ട് എൻഡ് പോയിന്റിലെ അതിന്റെ y കോർഡിനേറ്റ് സെയിം എന്ന് ആലോചിക്കുക. ഇനി yക്ക് പാരലൽ ആണെങ്കിലോ? എക്സിനും പാരലൽ ആവാം, yക്കും ആവാം. എക്സിന് പാരലൽ ആണെങ്കിൽ y കോർഡിനേറ്റ് സെയിം ആയിട്ട് എടുക്കുക. yക്ക് പാരലൽ ആകുമ്പോഴോ x കോർഡിനേറ്റ് സെയിം ആയിട്ട് എടുക്കുക. ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാം. അതറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒരു ട്രയാങ്കിൾ കൂടെ തന്നിട്ട്, സോറി, ഒരു റെക്ടാങ്കിൾ കൂടെ തന്നിട്ടില്ലേ? ഒരു ചതുരവും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെത് -1 3 എന്നും ആ എന്തിനുള്ള പോയിന്റിൻ്റെത് 2 6 എന്നും തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് എ എന്ന് പറയുന്ന വെർട്ടെക്സ്, ഇത് ബി എന്ന് പറയുന്ന വെർട്ടെക്സ്, ഇത് സി, ഇതെന്താണ്? ഡി. ഓക്കെ, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. അങ്ങനെ എത്ര വെർട്ടീസസ് ഉണ്ട്? 4 വെർട്ടീസസ് ഉണ്ട്. അതിൽ ഏതൊക്കെ അറിയാം? എയും സിയും അറിയാം. ഏത് കണ്ടുപിടിക്കണം? ബിയും വേണം, ഡിയും വേണം. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? ബിയുടെ കോർഡിനേറ്റ് വേണം. ആദ്യം ഞാൻ ഏത് സൈഡ് എടുക്കുന്നു? എ. എന്തിന് പാരലൽ? എക്സിന് പാരലൽ. അപ്പൊ എന്ത് സെയിം? എയുടെയും ബിയുടെയും y കോർഡിനേറ്റ് സെയിം. ഇവിടെ y കോർഡിനേറ്റ് 3, അപ്പൊ ഇവിടെയും y കോർഡിനേറ്റ് 3. അത്രേ ഉള്ളൂ. അടുത്ത സൈഡ് ബി വരുന്ന അടുത്തത് ബി സി. എന്താണ് ബി സിയുടെ പ്രത്യേകത? y ആക്സിസിന് പാരലൽ. അപ്പോ ബിയുടെയും സിയുടെയും x കോർഡിനേറ്റ് സെയിം. സിയുടെ x കോർഡിനേറ്റ് 2, അപ്പൊ ബിയുടെ x കോർഡിനേറ്റും 2. അടുത്തത് ഡി. അടുത്ത പോയിന്റിലോട്ട് പോവാ, അടുത്ത വെർട്ടെക്സിലോട്ട് പോവാ. ഡി. ഡി വരുന്ന രണ്ട് സൈഡ്, ഒരു സൈഡ് എ ഡി. ഓക്കെ, ഡി വരുന്ന ഒരു സൈഡ് ഏതാണ്? എ ഡി. എ ഡിയുടെ പ്രത്യേകത എന്താണ്? y ആക്സിസിന് പാരലൽ ആണ്. എ ഡിയുടെ പ്രത്യേകത എന്താണ്? y ആക്സിസിന് പാരലൽ ആണ്. y ആക്സിസിന് പാരലൽ ആകുമ്പോൾ കണ്ടീഷൻ എന്താണ്? എയുടെയും ഡിയുടെയും x കോർഡിനേറ്റ് സെയിം ആവണം. എയുടെ x കോർഡിനേറ്റ് -1, അപ്പൊ ഡിയുടെ x കോർഡിനേറ്റും -1. അടുത്ത ലൈൻ നോക്കുക, ഏതാണ്? സി ഡി. എന്താ സി ഡിയുടെ പ്രത്യേകത? പാരലൽ ടു x ആക്സിസ്. സിയുടെ പ്രത്യേകത എന്താണ്? പാരലൽ ടു x ആക്സിസ്. x ആക്സിസിന് പാരലൽ ആണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? സിയുടെയും ഡിയുടെയും y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ y കോർഡിനേറ്റ് എത്രയാ? 6. അപ്പൊ ഇവിടെയും y കോർഡിനേറ്റ് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്തൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ്. വിത്തൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാതെ മാർക്ക് ഈച്ച് പെയർ ഓഫ് പോയിന്റ് ബിലോ വിത്ത് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ട് പൊസിഷൻ കറക്റ്റ്. ഓക്കെ, ആക്സിസ് വരയ്ക്കാൻ പാടില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആക്സിസ് വരയ്ക്കാൻ പാടില്ല. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. എവിടെ മാർക്ക് ചെയ്യണം? ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റിലാണോ റൈറ്റിലാണോ
അതല്ലെങ്കിൽ ടോപ്പ് ബോട്ടം ആ പൊസിഷനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. Find the other coordinates of the rectangle drawn with these as opposite vertices and side parallel to the axis. സംഭവം ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യന് 2 പോയിന്റ് തന്നിട്ടുണ്ടോ? അത് ഒരു ഒരു റെക്ടാംഗിളിന്റെ ചതുരത്തിന്റെ ഓപ്പോസിറ്റ് വെർട്ടിസസിന്റെ കോർഡിനേറ്റ് ആണ്. നമ്മൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ലെഫ്റ്റിലോ റൈറ്റിലാണോ, ടോപ്പിലാണോ, ബോട്ടത്തിലാണോ, അത് കൃത്യമായിട്ട് ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് ബാലൻസ് 2 പോയിന്റ് കാണത്തില്ലേ, അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ എന്ത് വരയ്ക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, ആക്സിസ് വരയ്ക്കരുത്. അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു റെക്ടാംഗിൾ ഒന്ന് വരയ്ക്കണം. ഓക്കെ, റെക്ടാംഗിൾ വരച്ചു. റെക്ടാംഗിളിന് പേര് കൊടുക്കാം എ ബി സി ഡി. റെക്ടാംഗിൾ എന്താ പേര് കൊടുത്തത്? എ ബി സി ഡി. അപ്പൊ ക്വസ്റ്റ്യനിൽ 2 പോയിന്റ് കാണും. അത് ഒന്നെങ്കിൽ എയും സിയും ആയിരിക്കും, അല്ലെങ്കിലോ ബിയും ഡിയും ആയിരിക്കും. ക്വസ്റ്റ്യന് 2 പോയിന്റ് കാണും. ഒന്നെങ്കിൽ എയും സിയും ആയിരിക്കും, അല്ലെങ്കിലോ ബിയും ഡിയും ആയിരിക്കും. അത് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 2 പോയിന്റ്, ഒന്ന് 3, 5 അടുത്തത് 7, 8 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 2 പോയിന്റ്. ഒന്ന് 3, 5, അടുത്ത എന്താണ് 7, 8. അങ്ങനെ 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? ഇത് എ സി ആണോ ബി ഡി ആണോ, എയും സിയും ആണോ അല്ലെങ്കിൽ ബിയും ഡിയും ആണോ എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 2 പോയിന്റ് തന്നിട്ടില്ലേ, അതിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന 2 പോയിന്റ് നോക്കുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഇവിടെ 3, ഇവിടെ എത്രയാ 7. ഇവിടെ എക്സ് കോർഡിനേറ്റ് 3, ഇവിടെ എത്രയാ വന്നിരിക്കുന്നത് 7. ഓക്കെ, അത് വലുത് ഏതാ? 7. വലിയ സൈഡ് ഏതാണ്? 7. അടുത്തത് വൈ കോർഡിനേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ 5, ഇവിടെ എത്രയാ 8. വലുത് ഏതാ? 8. ഓക്കെ, അപ്പൊ നമ്മള് കോർഡിനേറ്റ് കമ്പയർ ചെയ്ത് നോക്കി. കമ്പയർ ചെയ്ത് നോക്കിയപ്പോ എന്ത് മനസ്സിലായി? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ലാർജ് വരുന്നത് സെയിം പോയിന്റിലാണ് അല്ലെ? ഈ ഒരു പോയിന്റിലെ എക്സും വൈയും ലാർജ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ലാർജ് സിംഗിൾ പോയിന്റിൽ വന്നാൽ, ഒരു പോയിന്റിൽ വന്നാൽ ആ പോയിന്റ് എപ്പോഴും സി ആയിരിക്കും. ആ പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? സി. ഒരു പോയിന്റ് സി ആണെങ്കിൽ അടുത്ത പോയിന്റ് എവിടെയായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. 2 പോയിന്റ് എടുക്കുക, കോർഡിനേറ്റ് കമ്പയർ ചെയ്യുക. ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയപ്പോ കമ്പയർ ചെയ്തപ്പോ എക്സും വൈയും ലാർജ് വരുന്നത് സെയിം പോയിന്റിലാണ്. എക്സും വൈ ലാർജ് വരുന്നത് സെയിം പോയിന്റിലാണ്. ആ പോയിന്റ് എന്തായിട്ട് എടുക്കുന്നു? സി. അപ്പൊ സിയുടെ കോർഡിനേറ്റ് 7, 8. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ കോർഡിനേറ്റ് 3, 5 എവിടെയായിരിക്കും? എയിലായിരിക്കും. അപ്പൊ എയിലെ കോർഡിനേറ്റ് എന്തെന്ന് കിട്ടി? 3, 5 എന്ന് കിട്ടി. ഇനി അപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേ? ബിയും ഡിയും. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, കണ്ടുപിടിക്കാനുള്ള മെത്തേഡെല്ലാം നമ്മൾ പഠിച്ചിട്ടിരിക്കുക. ബിയുടെ കോർഡിനേറ്റ് വേണം. ആദ്യം ഏത് സൈഡ് എടുക്കാം? എ ബി. എന്തിന് പാരലൽ? എക്സിന് പാരലൽ. അപ്പൊ എയുടെയും ബിയുടെയും വൈ കോർഡിനേറ്റ് സെയിം. ഇവിടെ വൈ കോർഡിനേറ്റ് 5. അപ്പൊ ഇവിടെ എത്ര വരും? 5. അടുത്തത് ഏത് എടുക്കാം? ബിയുടെ അല്ലേ? അപ്പൊ ബി സി എടുക്കാം. ബി സിയുടെ പ്രത്യേകത വൈക്ക് പാരലൽ. അപ്പൊ എന്ത് സെയിം ആവണം? എക്സ്. ബിയുടെയും സിയുടെയും എക്സ് കോർഡിനേറ്റ് സെയിം ആവണം. ഇവിടെ എക്സ് കോർഡിനേറ്റ് എത്രയാ? 7. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 7. ഓക്കെ, ഇനി അടുത്ത ഡിയുടെ കോർഡിനേറ്റ് വേണം. ഡിയുടെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഏത് സൈഡ് എടുക്കാം? എ ഡി. എ ഡിയുടെ പ്രത്യേകത എന്താ? വൈക്ക് പാരലൽ. അപ്പൊ എന്ത് സെയിം ആവണം? എക്സ്. അപ്പൊ എയുടെയും ഡിയുടെയും എക്സ് കോർഡിനേറ്റ് സെയിം. ഇവിടെ എക്സ് കോർഡിനേറ്റ് 3. അപ്പൊ ഇവിടെ എത്ര വരും? 3. ഇനി നമുക്ക് ഡിയുടെ വൈ കോർഡിനേറ്റ് വേണ്ടേ? ഏത് സൈഡ് എടുക്കാം? സി ഡി. എന്തിന് പാരലൽ? എക്സിന് പാരലൽ. അപ്പൊ സിയുടെയും ഡിയുടെയും വൈ കോർഡിനേറ്റ് സെയിം ആവണം. ഇവിടെ വൈ കോർഡിനേറ്റ് എത്രയാ? 8. അപ്പൊ ഇവിടെ എത്ര വരും? 8. അപ്പൊ ഡിയുടെ കോർഡിനേറ്റ് നമുക്ക് എത്രയെന്ന് കിട്ടി? 3, 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ പടത്തിൽ മാർക്ക് ചെയ്തു, ബാക്കി 2 പോയിന്റും കണ്ടുപിടിച്ചു.
ഇനി ഇത് പടം ഒന്നും വരയ്ക്കാതെ വേണമെങ്കിൽ ഒറ്റയടിക്ക് എഴുതിക്കൂടെ എന്ന് ചോദിച്ചാൽ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ബാക്കി രണ്ട് സൈഡിന്റെയും കോർഡിനേറ്റ് എഴുതാൻ പറ്റും. അതിന് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇവിടെ രണ്ടും ചെറുത്, ഇവിടെ രണ്ടും വലുത്. ഇവിടെ രണ്ടും ചെറുതാണ്, ഇവിടെ എന്താണ് രണ്ടും വലുതാണ്. ഇത് വെച്ചുകൊണ്ട് പുതിയതായിട്ട് രണ്ട് കോമ്പിനേഷൻ എഴുതുക. വേറൊന്നുമല്ല, ഇവിടെ നിന്ന് ചെറിയ എക്സ് എടുക്കുക, 3 അല്ലെ ചെറിയ എക്സ്, അതും ഏതുമായിട്ട് എടുക്കുക, വലിയ എക്സ് വലിയ വൈയുമായിട്ട് എടുക്കുക. അപ്പൊ ഇവിടത്തെ കേസ് ഇത് രണ്ടും ചെറുത്, ഇത് രണ്ടും വലുതല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഇതിൽ നിന്നൊരു ചെറുതും ഇതിൽ നിന്നൊരു വലുതും എടുക്കുക. ഞാൻ എക്സ് ചെറുതെടുത്താൽ വലുത് ഏതെടുക്കണം, വൈ എടുക്കണം. അപ്പൊ ഇവിടെ ചെറുത് 3 എടുത്താൽ ഇവിടെ ഏതെടുക്കുക, 8. അപ്പൊ ഒരു പോയിന്റ് 3. അടുത്ത പോയിന്റ് വേണം. അടുത്ത പോയിന്റ് എങ്ങനെയാ, ബാലൻസ് ഉള്ള രണ്ട് പോയിന്റ് എടുക്കുക. ഇവിടെ ബാലൻസ് ഉള്ളത് 5, ഇവിടെ എത്രയാ 7. അപ്പൊ എങ്ങനെ എടുക്കാം, 7 5. ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതുക, പിന്നെ വൈ കോർഡിനേറ്റ് എഴുതാം. ഇത് രണ്ടുമില്ലേ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നേ. വേണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് നോക്കാം, ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത് ഷോർട്ട് കട്ട് ആണ്. നമുക്ക് പടം വരച്ച് തന്നെ ചെയ്ത് നോക്കാം. ഇനിയും ഉണ്ട് 2-3 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, 2 പോയിന്റ് ഉണ്ട് നോക്കിക്കോളാം, 6 2 5 4. അടുത്ത വന്നിരിക്കുന്ന 2 പോയിന്റ് ഏതൊക്കെയാണ്, 6 2 5 4. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റെക്ടാംഗിളിനകത്ത് വരയ്ക്കണം, മാർക്ക് ചെയ്യണം അല്ലെ. റെക്ടാംഗിൾ ഓൾറെഡി ഞാൻ നേരത്തെ വരച്ചത്, അതുപോലെ എടുക്കുകയാണ്, ABC. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ, കമ്പയർ ചെയ്ത എക്സ് കോർഡിനേറ്റ് നോക്കി. ഇവിടെ എക്സ് കോർഡിനേറ്റ് 6, ഇവിടെ എത്രയാ 5 അല്ലെ, വലുത് 6 അല്ലേ. ഇതുപോലെ വൈ കോർഡിനേറ്റ് നോക്കി. ഇവിടെ 2, ഇവിടെ എത്രയാ 4. ഇവിടെ 2 ആണ്, ഇവിടെ എത്രയാണ് 4 ആണ്. എന്ത് മനസ്സിലായി? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന് സെയിം നമ്പറിലാണ് രണ്ടും ലാർജ്, സെയിം പോയിന്റിലാണ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ലാർജ് ആയത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ, ഒരു പോയിന്റിൽ എക്സ് ലാർജ്, അടുത്ത പോയിന്റിലോ വൈ ലാർജ്. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഈ പോയിന്റുകൾ ബിയും ഡിയും ആയിരിക്കും. രണ്ടും ഒരുമിച്ച് വലുതായിട്ട് വന്നാൽ അതേതാ, സി. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല, രണ്ടടുത്ത 2 പോയിന്റിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയും ഡിയും ആയിരിക്കും പോയിന്റ് വരിക. അതിൽ ഏത് ബി ഏത് ഡി അത് കണ്ടുപിടിക്കാൻ ഏതിലെ എക്സ് കോർഡിനേറ്റ് ആണോ വലുത്, ഏതിലെ എക്സ് കോർഡിനേറ്റ് ആണോ വലുത്, അത് ഏതായിരിക്കും, ബി ആയിരിക്കും. ഏതിലെ എക്സ് കോർഡിനേറ്റ് ആണോ വലുത്, അതെന്താണ്, ബി. അപ്പൊ അടുത്ത പോയിന്റ് ഇത് എന്തായിരിക്കും, ഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ ബിയുടെ കോർഡിനേറ്റ് 6 2, ഡിയുടെ കോർഡിനേറ്റ് എന്താ 5 4. ഓക്കെ, അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ 2 കണ്ടീഷനാ വരിക അല്ലെ. ഒന്നെങ്കിൽ വലുത് രണ്ടും ഒരു പോയിന്റ് വരും, അല്ലെങ്കിലോ 2 പോയിന്റിലായിട്ട് നിൽക്കും. എക്സ് ഒന്നില് വലുത്, വൈ അടുത്തതില് വലുത് വരുന്നു. അപ്പോ രണ്ടും വലുത് ഒരു പോയിന്റ് വരികയാണെങ്കിൽ അത് സി. അപ്പൊ അടുത്ത പോയിന്റ് ഏതായിരിക്കും, എ ആയിരിക്കും. ഇനി സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിലോ എക്സ് വലുത് ഏതാണോ അതെന്തായിട്ട് എടുക്കുക, ബി ആയിട്ട് എടുക്കുക. അപ്പൊ അടുത്ത പോയിന്റ് ഏതാവും, ഡി ആവും. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് എയുടെയും സിയുടെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും, എയുടെ കോർഡിനേറ്റ് വേണം, 2 സൈഡ് എടുക്കണ്ടേ. എ വരുന്ന ഒരു സൈഡ് എ ബി, പ്രത്യേകത എക്സ് ആക്സിസിന് പാരലൽ. അപ്പൊ എന്താ കണ്ടീഷൻ, എയുടെയും ബിയുടെയും വൈ കോർഡിനേറ്റ് സെയിം ആവണം. ബിയുടെ വൈ കോർഡിനേറ്റ് 2, അപ്പൊ എയുടെയും വൈ കോർഡിനേറ്റ് 2. ഇനി അടുത്ത സൈഡ് എടുക്കാം, എ ഡി. എന്തിന് പാരലൽ, വൈക്ക് പാരലൽ. അപ്പൊ എന്ത് സെയിം, എക്സ് സെയിം. ഡിയുടെ എക്സ് 5, അപ്പൊ എയുടെ എക്സും എത്രയായിരിക്കും, 5 ആയിരിക്കും. ഇതുപോലെ സിയുടെ എങ്ങനെ കണ്ടുപിടിക്കാം, കുറെ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് സ്പീഡ് പറയുന്നത്. സിയുടെ പ്രത്യേകത എന്താണ്, സി വരുന്ന 2 സൈഡ് ഏതൊക്കെയാ, ഒരു സൈഡ് ബി സി അല്ലെ. ബി സിയുടെ പ്രത്യേകത എന്താ, വൈക്ക് പാരലൽ. അപ്പൊ എന്ത് സെയിം ആവണം, എക്സ് സെയിം ആവണം. ഇവിടെ എക്സ് 6, അപ്പൊ സിയുടെ എക്സും എത്രയാ 6. അടുത്ത ലൈൻ നോക്കാം, സി ഡി. സി ഡിയുടെ പ്രത്യേകത എന്താ, എക്സിന് പാരലൽ. അപ്പൊ സിയുടെയും ഡിയുടെയും വൈ സെയിം ആവണം. ഇവിടെ വൈ എത്ര, 4. അപ്പൊ ഇവിടെ എത്ര വരും, 4. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഒറ്റയടിക്ക് എഴുതാൻ പറ്റുമോ നോക്കാം. വളരെ സിമ്പിൾ ആണ്. വലിയ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുക. എക്സ് വലുത് എത്രയാ 6, വൈ വലുത് എത്രയാ 4. അപ്പൊ ഒരു പോയിന്റ് 6 4. അപ്പൊ അടുത്ത പോയിന്റ് ഏതായിരിക്കും,
ബാക്കി രണ്ട് നമ്പേഴ്സ് ഇല്ലേ, ഇത് ഏതാണ് x കോർഡിനേറ്റ്, ഇതെന്താ y കോർഡിനേറ്റ്. അപ്പൊ ഒരു പോയിന്റ് 64, അടുത്ത പോയിന്റ് 52. അത് രണ്ടും തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഒറ്റടിക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അത് ഒരു ലോജിക്കാണ്. ആ ലോജിക്ക് കറക്റ്റ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഓക്കെ, ഒറ്റടിക്കും എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. രണ്ട് പോയിന്റ് അതിലും തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? -3 5. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് -7 1. ഓക്കെ, അടുത്ത എന്താണ്? -3 5 ഉം -7 1. ഈ രണ്ട് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് ഈ റെക്ടാംഗിളിൽ മാർക്ക് ചെയ്യണം, ചതുരത്തിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് ബാക്കി രണ്ട് പോയിന്റ് കണ്ടുപിടിക്കണം. മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? x കോർഡിനേറ്റും y കോർഡിനേറ്റും കമ്പയർ ചെയ്യും. അപ്പൊ ആദ്യം x കോർഡിനേറ്റ് നോക്കാം. ഇവിടത്തെ x കോർഡിനേറ്റ് എത്രയാ? -3. ഇവിടത്തെ എത്രയാ? -7. ഏതാ വലുത്? -3. അതുകൊണ്ടൊന്നും തെറ്റിക്കരുത്. വലുത് ഏതാണ്? -3. അപ്പൊ വലുത് -3. അടുത്ത y കോർഡിനേറ്റ് നോക്കാം. ഇവിടെ എത്രയാ? 5. ഇവിടെ എത്രയാ? 1. വലുത് ഏതാ? 5. അപ്പോ ഇതാണ് വലുത്. എന്ത് കിട്ടി? എക്സും വൈയും വലുതായിട്ട് വരുന്നത് സിംഗിൾ പോയിന്റിലാണ്. ഈ ഒരു പോയിന്റിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ലാർജ് ആയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് ഏത് പോയിന്റാ? നമ്മൾ പഠിച്ചു കോർഡിനേറ്റ് സി. അപ്പോ ഇതാണ് -3 5. -3 5 സിയിലാണെങ്കിൽ എ എന്തായിരിക്കും? -7 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ എ ഉണ്ട്, സി ഉണ്ട്. ഇനി ഏതൊക്കെ വേണം? ബിയും ഡിയും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ബിയും ഡിയും? ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആദ്യത്തെ ലൈൻ എ ബി എന്തിന് പാരലൽ? എക്സിന് പാരലൽ. അപ്പൊ എയുടെയും ബിയുടെയും y കോർഡിനേറ്റ് സെയിം. ഇവിടെ y കോർഡിനേറ്റ് 1. ഇനി അടുത്ത ലൈൻ എടുക്കാം ബി സി. എന്തിന് പാരലൽ? y ക്ക് പാരലൽ. അപ്പൊ ബിയുടെ സിയുടെയും x കോർഡിനേറ്റ് സെയിം. അപ്പൊ ഇവിടുത്തെ x കോർഡിനേറ്റ് -3. ഇനി അടുത്ത ഡിയുടെ ഇതുപോലെ നോക്ക്. എ ഡി എന്തിന് പാരലൽ? y ക്ക് പാരലൽ. അപ്പൊ എന്ത് സെയിം ആവണം? എയുടെയും ഡിയുടെയും x സെയിം ആവണം. ഇവിടെ x എത്രയാ? -7. അടുത്തത് സി ഡി. ഡി വരുന്ന അടുത്ത സൈഡ് ഏതാണ്? സി ഡി എന്തിന് പാരലൽ? എക്സിന് പാരലൽ. അപ്പൊ എന്ത് സെയിം ആവണം? y. സിയുടെയും ഡിയുടെയും y കോർഡിനേറ്റ് സെയിം ആവണം. ഇവിടെ y കോർഡിനേറ്റ് എത്രയാ? 5. അപ്പൊ ഇവിടെ എത്ര വരും? 5. അപ്പൊ ഡിയുടെ കോർഡിനേറ്റും കിട്ടി, ബിയുടെ കോർഡിനേറ്റും കിട്ടി. ഇനി നമുക്കത് ഇതിൽ ഒറ്റടിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഇവിടുത്തെ x കോർഡിനേറ്റ് എടുക്കുക. ഇവിടുത്തെ x കോർഡിനേറ്റ് എത്രയാ? -3. ഇവിടുത്തെ y കോർഡിനേറ്റ് എടുക്കുക 1. ഒരു പോയിന്റ് ആയി. അടുത്തത് ഇപ്പൊ ഇവിടുത്തെ x ഇവിടുത്തെ y അല്ലേ? ഇനി അടുത്ത എന്താ? ഇവിടുത്തെ y സോറി ഇവിടുത്തെ x ഇവിടുത്തെ y. അപ്പൊ അടുത്ത പോയിന്റ് ആയി. ഈ രണ്ട് പോയിന്റും തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടിയത്. നോക്കി അല്ലേ? അപ്പൊ നമ്മൾ വേറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടത്തെ രണ്ട് പോയിന്റ് തന്നിട്ടില്ലേ, അതൊന്ന് മിക്സപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് x എടുക്കുമ്പോ ഇവിടെ നിന്ന് y എടുക്കുക. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് y എടുക്കുമ്പോ ഇവിടെ നിന്ന് എന്ത് എടുക്കുക? x. അവിടെ തിരിഞ്ഞു പോരുത്. ആദ്യം ഏത് എഴുതണം? x, പിന്നെ y എഴുതണം. അത് തിരിഞ്ഞു പോയിരുന്നാ മതി. അപ്പൊ നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് അതിന്റെ അകത്തുള്ളത്, അതും കൂടെ നോക്കാം. രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കി? -1 -2. ഓക്കെ, അടുത്തത് -5 -4. ഓക്കെ, കമ്പയർ ചെയ്യാം. ആദ്യം x കോർഡിനേറ്റ് നോക്കാം. x കോർഡിനേറ്റ് -1 -5 ഏതാ വലുത്? പറയും. -1 -5 വലുത് ഏതാണ്? -1. അടുത്ത y കോർഡിനേറ്റ് -2 -4 വലുത് ഏതാ? -2. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ തന്നിരിക്കുന്ന രണ്ട് പോയിന്റിൽ എക്സും വൈയും ഇവിടെയല്ലേ വലുതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് പോയിന്റ് ആണ്? സി. ഓക്കെ, ഇത് സി ആണെങ്കിൽ ഇത് ഏതായിരിക്കണം? എ. അപ്പൊ എയുടെ കോർഡിനേറ്റ് -5 -4. സിയുടെ കോർഡിനേറ്റ് എന്താണ്? -1 -2. ഓക്കെ, ഇനി നമുക്ക് ഒറ്റയടിക്ക് അടുത്ത രണ്ട് പോയിന്റ് ഇവിടെ എഴുതി വെക്കാം. പിന്നെ ചെയ്ത് നോക്കാം ശരിയാണോ എന്ന് ചെയ്ത് നോക്കാം.
അപ്പൊ ഇവിടുത്തെ കേസിൽ ഇവിടുന്ന് എക്സ് കോർഡിനേറ്റ് എടുത്തു. എത്ര എക്സ് കോർഡിനേറ്റ്? -1. ഇവിടുന്ന് എക്സ് കോർഡിനേറ്റ് എടുത്താൽ ഇവിടുന്ന് എന്ത് എടുക്കണം? y കോർഡിനേറ്റ്. ഇവിടുത്തെ y കോർഡിനേറ്റ് -4. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് ആയി. ഇനി അടുത്ത എന്താ? ഇവിടുന്ന് y, ഇവിടുന്ന് x. ആദ്യം ഏത് എഴുതണം? x എഴുതണം. x എത്രയാ? -5 -2. അപ്പൊ ഈ രണ്ട് പോയിന്റ് ആണ് അടുത്തത് കിട്ടാൻ പോകുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഏത് ലൈൻ എടുക്കാം? AB. AB എന്തിന് പാരലൽ ആണ്? x ന് പാരലൽ. അപ്പൊ എന്ത് സെയിം ആവണം? A യുടെയും B യുടെയും y കോർഡിനേറ്റ് സെയിം. ഇവിടെ y കോർഡിനേറ്റ് എത്രയാ? -4. അപ്പൊ ഇവിടെ എത്ര വരും? -4 വരും. അടുത്തത് BC. എന്തിന് പാരലൽ ആണ് BC? y ക്ക് പാരലൽ. അപ്പൊ എന്ത് സെയിം ആവണം? B യുടെയും C യുടെയും x കോർഡിനേറ്റ് സെയിം. x കോർഡിനേറ്റ് എത്രയാ? -1. അപ്പൊ B യുടെ കോർഡിനേറ്റ് ആയി -1 4. ഇനി D കൂടെ കണ്ടുപിടിക്കാം. ആദ്യത്തേത് AD. എന്തിന് പാരലൽ ആണ് AD? y ക്ക് പാരലൽ. അപ്പൊ എന്ത് സെയിം? x സെയിം. ഇവിടെ x എത്രയാ? -5. അപ്പൊ ഇവിടെ എത്ര വരും? -5. ഇനി അടുത്ത ലൈൻ എടുക്കാം CD. CD എന്തിന് പാരലൽ ആണ്? x ന് പാരലൽ. അപ്പൊ y എന്തായിരിക്കും? സോറി, x ന് പാരലൽ ആവുമ്പോ C യുടെയും D യുടെയും y കോർഡിനേറ്റ് സെയിം. ഇവിടെ y കോർഡിനേറ്റ് -2. അപ്പൊ ഇവിടെ എത്ര വരും? -2. അപ്പൊ ഒരു പോയിന്റ് -1 -4, അടുത്തതോ -5 -2. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയതും. അപ്പൊ ഷോർട്ട് കട്ട് മെത്തേഡ് വഴി നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാം. ഫിഗർ വരച്ച് മാർക്ക് ചെയ്ത് പഠിച്ച് വെക്കുക. അതാണ് നല്ലത്. എപ്പോഴും നമ്മൾ ലോങ്ങിൽ തന്നെ പഠിക്കുക. പിന്നെ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ഈ ഒരു മെത്തേഡ് കൂടെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ റെക്ടാംഗിൾ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ചാപ്റ്ററിലെ 2 സെക്ഷൻസ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു സെക്ഷനും കൂടെയാണ് ബാലൻസ് ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും വെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.